Spectrometer 1 ഈ എക്സ്പെരിമെൻറ്റിൽ വി ആർ ഫൈൻഡിങ് ദ വേവ് ലെങ്ത് ഓഫ് ഡിഫറെൻറ്റ് സ്പെക്ട്രൽ ലൈൻസ്. അതായത് ഇപ്പോൾ നമ്മൾ വൈറ്റ് ലൈറ്റ് ഗ്രേറ്റിംഗ് എന്നുള്ളൊരു അപ്പാരറ്റസ് ഉണ്ട്. വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. വെൻ ഇറ്റ് ഈസ് പാസ്ഡ് ത്രൂ ദ ഗ്രേറ്റിംഗ് the white light will be split up into different colors. അതിൻ്റെ കമ്പോണൻറ്റ് കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഡിഫ്രാക്ഷൻ ഉണ്ടാവും, പല കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് വയലറ്റ് ബ്ലൂ, ഗ്രീൻ ബ്ലൂ, യെല്ലോ അങ്ങനെയുള്ള വിബ്ജിയോറിൽ പല കളേഴ്സായിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്യും. വി ഹാവ് ടു ഫൈൻഡ് ദ വേവ് ലെങ്ത് ഓഫ് സ്പെക്ട്രൽ ലൈൻസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോന്നിൻ്റെയും വേവ് ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. വാട്ട് വിൽ ബി ദ വേവ് ലെങ്ത് ഓഫ് വയലറ്റ്, വാട്ട് വിൽ ബി ദ വേവ് ലെങ്ത് ഓഫ് ബ്ലൂ, ഗ്രീൻ ബ്ലൂ മീൻസ് ലൈറ്റ് ഗ്രീൻ color, that is green blue. So what will be the wavelength of green blue? Yellow 1 and yellow 2, which means there will be 2 lines for yellow. ഇപ്പോൾ ഫസ്റ്റ് ലൈൻ 2 ലൈൻസ് നമുക്കതിൽ കാണാം. സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഓരോ ലൈൻസ് ആയിട്ടാണ് കാണുക. സോ വയലറ്റ്, ബ്ലൂ അങ്ങനെ ഓരോ കളേഴ്സായിട്ട്. സോ ദർ വിൽ ബി 2 spectral lines for yellow. First one is yellow 1 and second one will be yellow 2. Okay, and we have a green color. അതും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ കളേഴ്സിൻ്റെ എല്ലാം വേവ് ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് സ്പെക്ട്രോമീറ്റർ 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് MSR VSR വാല്യൂസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി യു ഹാവ് ടു ടേക്ക് ദോസ് റീഡിങ്സ് ഫ്രം ദ ലാബ് അല്ലേ. അപ്പോൾ നമുക്കത് ഇപ്പോൾ പോസിബിൾ അല്ലാത്തത് കൊണ്ട് ഐ എം പ്രൊവൈഡിങ് ദ വാല്യൂസ്. നൗ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രീൻ വാല്യൂസ് മാത്രം നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, വേറൊരു കോളത്തിലാണ് അല്ലെ ഗ്രീൻ വാല്യൂസ്. ബിക്കോസ് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലൈൻസ് പെർ മീറ്റർ ഓഫ് ദ ഗ്രേറ്റിംഗ്. നമ്മളിവിടെ ഒരു അപ്പാരറ്റസ് യൂസ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഇസ് ഗ്രേറ്റിംഗ്. ഡിഫ്രാക്ഷൻ സ്റ്റഡി ചെയ്യാനുള്ള അപ്പാരറ്റസ് ആണ് ഗ്രേറ്റിംഗ്. ടു സ്റ്റഡി ദ ഡിഫ്രാക്ഷൻ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് വി ആർ യൂസിങ് ദി അപ്പാരറ്റസ് ഗ്രേറ്റിംഗ്. ഈ ഗ്രേറ്റിങ്ങിൽ ഒരുപാട് ലൈൻസ് ഉണ്ട്. ദർ വിൽ ബി ലാർജ് നമ്പർ ഓഫ് ലൈൻസ് പെർ സെൻറ്റിമീറ്റർ. സോ വി ഹാവ് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് ലൈൻസ് പെർ മീറ്റർ ഓഫ് ദാറ്റ് ഗ്രേറ്റിംഗ്. അപ്പോൾ ഗ്രേറ്റിങ്ങിൽ എത്ര ലൈൻസ് ഉണ്ട്, പെർ മീറ്റർ എത്ര ലൈൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ n is equal to എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. സോ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഗ്രീൻ ലൈൻ യൂസ് ചെയ്തിട്ടാണ്, ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ടാണ്, അതിൻ്റെ വാല്യൂസ് യൂസ് ചെയ്തിട്ടാണ് വി ആർ ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് n. അതുകൊണ്ട് അതിനെ നമ്മൾ സെപ്പറേറ്റ് താഴെ എഴുതുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഗ്രേറ്റിംഗ്, അങ്ങനെയാണ് അതിനെ പറയാം. ഓക്കെ, ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് n യൂസിങ് ഗ്രീൻ ലൈൻ ഇസ് നോൺ ആസ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഗ്രേറ്റിംഗ്. അപ്പോൾ നമുക്ക് അതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ആദ്യം. ആ n യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നമുക്ക് ഇക്വേഷനിൽ വി ഹാവ് n ഹിയർ അല്ലേ. അപ്പോൾ ഇവിടെ ഒരു n വാല്യൂ കാണാനുണ്ടല്ലോ. അപ്പോൾ ഈ n വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് വി ആർ ഫൈൻഡിങ് ദ വേവ് ലെങ്ത് ഓഫ് അതർ സ്പെക്ട്രൽ ലൈൻസ്. ബാക്കിയുള്ളതിൻ്റെ സ്പെക്ട്രൽ ലൈൻസിൻ്റെ എല്ലാം വേവ് ലെങ്ത് കണ്ടുപിടിക്കുന്നത് ഈ n വാല്യൂ യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഗ്രീൻ ലൈൻ സെപ്പറേറ്റ് നമ്മൾ താഴെ എഴുതുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം വി ഹാവ് ടു ഫൈൻഡ് ദ റിമൈനിങ് വേവ് ലെങ്ത് യൂസിങ് ദ വാല്യൂ ഓഫ് n. ഓക്കെ, അപ്പോൾ ഇതിൽ ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ് റീഡിങ്സ് ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡും റീഡിങ്സ് എടുക്കണം, റൈറ്റ് സൈഡും റീഡിങ്സ് എടുക്കാനുണ്ട്. ബട്ട് റൈറ്റ് സൈഡിലെ കളേഴ്സ് അല്ല, കളേഴ്സിന് പകരം വൈറ്റ് ലൈറ്റിൻ്റെ റീഡിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. റൈറ്റ് സൈഡിലും കളേഴ്സ് ഉണ്ട്, ലെഫ്റ്റ് സൈഡിലും കളേഴ്സ് കാണാം, ഇങ്ങനെയുള്ള കളേഴ്സ് ഉണ്ടായിരിക്കും. സോ we are only taking the values of those colors in the left side. ലെഫ്റ്റ് സൈഡിലെ വാല്യൂസ് മാത്രം, കളേഴ്സിൻ്റെ വാല്യൂസ് എടുക്കും. റൈറ്റ് സൈഡിൽ ഇൻസ്റ്റെഡ് ഓഫ് ദ കളേഴ്സ് വി ആർ ടേക്കിംഗ് ദ വാല്യൂ ഓഫ് വൈറ്റ് ലൈൻ. വൈറ്റ് ലൈൻ മീൻസ് ഡയറക്റ്റ് ലൈൻ, സ്പെക്ട്രൽ ലൈൻ, ഡിഫ്രാക്ഷനൊന്നും ഇല്ലാതെ വരുന്ന ലൈനാണ് വൈറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ 4 റീഡിങ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. MSR VSR ഓർ MSR VCD. ഇത് MSR VSR. അപ്പോൾ 4 വാല്യൂസ് ഉണ്ടായിരിക്കും, ഓരോ കളറിനും കറസ്പോണ്ടിങ് 4 വാല്യൂസ് ഉണ്ടായിരിക്കും. അതായത് ഇതിൽ 2 സ്കെയിൽസ് ഉണ്ട്, വെർനിയർ 1 ആൻഡ് വെർനിയർ 2. സോ ഇൻ വെർനിയർ 1 വി ഹാവ് MSR ആൻഡ് VCD. ഓക്കെ, ഇൻ വെർനിയർ 2 വി ഹാവ് MSR ആൻഡ് VCD. അപ്പോൾ for a color we have total 4 readings. 2 readings in vernier 1 and other 2 readings in vernier 2. അതുകൊണ്ടാണ് നമുക്ക് 4 റീഡിങ്സ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം വൈറ്റ് ലൈറ്റിൻ്റെ 4 റീഡിങ്സ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഓരോ കളേഴ്സിൻ്റെ റീഡിങ്സ് ആണ്. വയലറ്റിൻ്റെ വെർനിയർ 1 MSR VSR, വെർനിയർ 2 MSR VSR, ആൻഡ് സിമിലർലി ബ്ലൂ കളർ വെർനിയർ 1 MSR VSR, വെർനിയർ 2 MSR VSR. അങ്ങനെ എല്ലാത്തിൻ്റെയും 4 റീഡിങ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റിൻ്റെ നമ്മൾ ഒരു കോമൺ ആയിട്ട് 4 റീഡിങ്സ് എടുത്തിട്ടുണ്ട്. യു ഹാവ് ടു റിപ്പീറ്റ് ദോസ് വാല്യൂസ് ഇൻ ഈച്ച് കോളം. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ആ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾ വീണ്ടും 113.50
293, 10. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വാല്യൂസ് എല്ലാം ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. സെയിം വാല്യൂസ് ഹാവ് ടു ബി റിട്ടൺ ഇൻ ദീസ് കോളംസ്. ഇവിടെയും എഴുതണം, ഗ്രീൻ കളറിൻ്റെ ഇവിടെയും. അപ്പോൾ നമ്മൾ എഴുതുന്നത് വൈറ്റ് ലൈറ്റ് റീഡിങ്സ് ആർ കോമൺ, അതുകൊണ്ടാണ് നമ്മൾ ഒരു വട്ടമേ എടുക്കുന്നുള്ളൂ. 4 റീഡിങ്സ് ആർ ടേക്കൺ. അത് കഴിഞ്ഞ് അതെല്ലാം എല്ലാ കോളത്തിലും റിപ്പീറ്റ് ചെയ്ത് എഴുതണം. ഓക്കെ, സോ ഇവിടെ എല്ലാം നമ്മൾ ഈ സെയിം റീഡിങ്സ് എഴുതുന്നു. ആഫ്റ്റർ വി ആർ ടേക്കിംഗ് ദ വാല്യൂസ് ഓഫ് ഈച്ച് കളർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ടേക്ക് ദ വാല്യൂ ഓഫ് വൈറ്റ് കളർ. ആഫ്റ്റർ ദാറ്റ് we have the readings for each and every color: violet, blue, green, green, blue, yellow 1 and yellow 2. Now total readings find out ചെയ്യാനുണ്ട് അല്ലേ. How to find the total readings? Total readings is equal to MSR plus VSR into LC അല്ലേ. So here the least count is 0 degree 1 minute. അതായത് നമ്മളിവിടെ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഏത് കളറിലാണ് ഏത് ആംഗിളിലാണ് ഓരോ കളേഴ്സും ഡീവിയേറ്റ് ചെയ്യുന്നത്, ഡിഫ്രാക്ട് ചെയ്യുന്നത്. വി ഹാവ് ടു ഫൈൻഡ് ദ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ഫോർ ഈച്ച് കളർ. അതുകൊണ്ടാണ് ലീസ്റ്റ് കൗണ്ട് 0 degree 1 minute എന്നാ വായിക്കുക. 0 degree 1 minute. ഓക്കെ, അപ്പോൾ MSR പ്ലസ് VSR ഇൻറ്റു LC. ഒരു എക്സാമ്പിളാണ് MSR 95.5 ഡിഗ്രി. ഡിഗ്രി എന്ന് കൊടുക്കണം, 95.5 ഡിഗ്രി പ്ലസ് VSR ഹിയർ ഇറ്റ് ഈസ് 0 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് 0 degree 1 minute. അപ്പോൾ ഇത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. സോ 95.5 ഡിഗ്രി, ദാറ്റ് ഈസ് 95 ഡിഗ്രി. 0.5 ഡിഗ്രി മീൻസ് 30 മിനിറ്റ്. മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 0.5 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് ആണ്. സോ 95 ഡിഗ്രി 0.5 is equal to 30 മിനിറ്റ്. അങ്ങനെയാണ് നമ്മളിവിടെ എന്ത് എഴുതണം? 95 degree 30 minute will be the total reading. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ടോട്ടൽ വാല്യൂസ് എഴുതണം. സോ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല, ഡയറക്റ്റ് റീഡിങ്സ് നമുക്ക് എഴുതാം. 275 9. അപ്പോൾ എന്തായിരിക്കും? 275 degree 9 minute. സോ ഫസ്റ്റ് വണ്ണിന് ഡിഗ്രി ആയിട്ടും സെക്കൻഡ് വണ്ണിന് മിനിറ്റ് ആക്കിയിട്ടും എഴുതാം. അത്രയേ ഉള്ളൂ. 275 degree 9 minute. ഇനി ഇത് നോക്കൂ, ഇതെന്ത് വരും? 278 degree 14 minute അല്ലേ. സോ ഇവിടെ നമുക്ക് 293 degree 10 minute. സോ അങ്ങനെയാണ് ടോട്ടൽ റീഡിങ്സ് എഴുതേണ്ടത്. 0.5 വരുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം 0.5 വരുമ്പോൾ ഞാൻ 95.5 degree 0നെ വേറൊരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. 0.5 വരുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക. ലിസൺ, 96.58 അല്ലേ. സോ 96 degree, ദിസ് ഇസ് 96 ഡിഗ്രി. അത് അങ്ങനെ തന്നെ എഴുതുക. 0.5 എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്? 30 മിനിറ്റ് അല്ലേ. 30 + 8 ദാറ്റ് ഈസ് 38 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 0.5 ഉണ്ട്, അത് 30 മിനിറ്റ് ആണ്, പ്ലസ് ദിസ് 8 38 മിനിറ്റ്. അപ്പോൾ അടുത്തത് എന്ത് വരും? ഒരു എക്സാമ്പിൾ 275 ഡിഗ്രി അല്ലേ. 275 ഡിഗ്രി 0.5 മീൻസ് 30 മിനിറ്റ്. 30 + 15 ദാറ്റ് ഈസ് 45 മിനിറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ എല്ലാ വാല്യൂസിൻ്റെയും ടോട്ടൽ റീഡിങ്സ് ഫില്ല് ചെയ്യാം. സോ ടോട്ടൽ എഴുതുന്ന സമയത്ത് ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നൊന്നുമില്ല. വി ക്യാൻ ഫൈൻഡ് ദിസ് ഷോർട്ട് കട്ട് മെത്തേഡ്. ജസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ വാല്യൂസ് എഴുതാം. അപ്പോൾ നിങ്ങളിവിടെ എല്ലാം ഇവിടെ എന്ത് വരും? 113 ഡിഗ്രി 0.5 മീൻസ് 30 + 0 30 അല്ലേ, 30 മിനിറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാ വാല്യൂസും ടോട്ടൽ വാല്യൂസ് ഇവിടെ എഴുതുന്നു. സോ ഇവിടെ ഒരു ടോട്ടൽ റീഡിങ്സ് we have to write all the total values. ഇവിടെ എല്ലാം ടോട്ടൽ വാല്യൂസ് എഴുതുന്നു. സോ ടോട്ടൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള മെത്തേഡാണ് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. 0.5 ഇല്ലെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റായിട്ട് എഴുതാം. 275 degree 9 minute എന്ന് ഡയറക്റ്റായിട്ട് എഴുതാം. 0.5 വരുന്ന സമയത്ത് 0.5 is equal to 30 minute പ്ലസ് VSR അതിലൂടെ ആഡ് ചെയ്തിട്ട് വേണം മിനിറ്റായിട്ട് എഴുതാൻ. ഓക്കെ, ഇനി now the second table A minus B. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ദ ഗ്രേറ്റിംഗ്. വി ഹാവ് ടു ഫൈൻഡ് n ഫസ്റ്റ് ഓഫ് ഓൾ, ദെൻ ദ വാല്യൂ ഓഫ് ലാംഡ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. അപ്പോൾ ആദ്യം നിങ്ങളിവിടെ A minus B അല്ലേ. A minus B എന്ന് പറഞ്ഞാൽ ദിസ് വാല്യൂ മൈനസ് ദിസ് വാല്യൂ. അപ്പോൾ A minus B, ദിസ് മൈനസ് ദിസ്, ടോട്ടൽ വാല്യൂസ് മൈനസ് ചെയ്യുക. ആൻഡ് ദിസ് വാല്യൂ മൈനസ് ദിസ് വാല്യൂ. ഓക്കെ, A minus B. അപ്പം ഇവിടെയുള്ള ടോട്ടൽ മൈനസ് ദിസ് വാല്യൂ ആൻഡ് ദിസ് ടോട്ടൽ മൈനസ് ദിസ് വാല്യൂ, ദാറ്റ് ഈസ് A minus B. അപ്പോൾ ചിലപ്പോൾ തിരിച്ചായിരിക്കും മൈനസ് ചെയ്തേണ്ടി വരിക. ബിക്കോസ് ഇവിടെ നോക്കൂ, 113 degree 30 മിനിറ്റ് ആണ് ഗ്രേറ്റർ വാല്യൂ. ഇത് 95 degree 30 മിനിറ്റ് സ്മോളർ വാല്യൂ ആണ്. അപ്പോൾ യു ഹാവ് ടു subtract 95 degree 30 minute from 113 degree 30 minute. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേറ്റർ വാല്യൂ മൈനസ് സ്മോളർ വാല്യൂ അത്രയും മനസ്സിലാക്കി വെക്കുക. A minus B എന്നതുകൊണ്ട് നെഗറ്റീവ് സൈൻ ഒന്നും വേണ്ട. നമുക്ക് ഗ്രേറ്റർ വാല്യൂ മൈനസ് സ്മോളർ വാല്യൂ. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് എന്താണ് ഡിഫറൻസ് എന്നുള്ളത് എഴുതാം. ഓക്കെ, ആൻഡ് മീൻ തീറ്റ, നെക്സ്റ്റ് വൺ ഇസ് മീൻ തീറ്റ. ഇതിൻ്റെ രണ്ടിൻ്റെയും ആവറേജ് ആണ് ഇവിടെ എഴുതേണ്ടത്. സോ ദാറ്റ് ഈസ് തീറ്റ G. തീറ്റ G മീൻസ് എന്താണത്? ഇറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ഫോർ ഗ്രീൻ ലൈൻ. ഗ്രീൻ ലൈനിൻ്റെ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ആണ്. ഗ്രീൻ
ഏത് ആംഗിളിലാണ് ഡിഫ്രാക്റ്റ് ചെയ്യുന്നത്, ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ഫോർ ഗ്രീൻ ലൈൻ. സോ ഇത് രണ്ടും ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 2 വി ക്യാൻ ഫൈൻഡ് ദ മീൻ തീറ്റ. ഓക്കെ, നൗ ഹൗ ടു ഫൈൻഡ് എൻ? സൈൻ തീറ്റ ജി ബൈ എൻ ലാംഡ ജി. സോ സൈൻ തീറ്റ ജി ക്യാൻ ബി ടേക്കൺ ഫ്രം ദിസ് വാല്യൂ അല്ലെ, ഇതാണ് തീറ്റ ജി ബൈ എൻ ലാംഡ ജി. സ്മോൾ എൻ ഇസ് ഈക്വൽ ടു 1. ഈ സ്മോൾ എൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ഇറ്റ് ഈസ് ദ ഓർഡർ ഓഫ് ദ സ്പെക്ട്രം, എൻ ഇസ് ഈക്വൽ ടു 1. ആൻഡ് ലാംഡ ജി മീൻസ് വേവ് ലെങ്ത് ഓഫ് ഗ്രീൻ ലൈൻ. വേവ് ലെങ്ത് ഓഫ് ഗ്രീൻ ലൈൻ ഫിക്സ്ഡ് ആണ്. അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി അത് 546.1 നാനോമീറ്റർ സംതിങ് ആണ്. സോ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ ഇൻ ദിസ് ഇക്വേഷൻ. സോ എൻ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ജി ബൈ എൻ ലാംഡ ജി. തീറ്റ ജി ഈ വാല്യൂ ആണ്, എൻ ഇസ് ഈക്വൽ ടു 1 ആൻഡ് ലാംഡ ജി ഇസ് ഈക്വൽ ടു ഫിക്സ്ഡ് 1 546.1 നാനോമീറ്റർ. ദെൻ എൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. സോ ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എൻ. അപ്പോൾ നിങ്ങൾ ആദ്യം എൻ വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ യൂസിങ് ദാറ്റ് എൻ വാല്യൂ വി ഹാവ് ടു ഫൈൻഡ് ഓൾ അതർ വേവ് ലെങ്ത്. ഇനി നിങ്ങൾ ഇവിടെ എല്ലാം ഫിൽ ചെയ്യുക. എ മൈനസ് ബി മീൻസ് this value minus this value അല്ലെ, a minus b and this value minus this value, ഗ്രേറ്റർ വാല്യൂ മൈനസ് സ്മോളർ വാല്യൂ. അപ്പം എല്ലാ എ മൈനസ് ബി വാല്യൂസും നിങ്ങളിവിടെ എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് വെർനിയർ 1 വാല്യൂസ് മൈനസ് ചെയ്യുന്നു, വെർനിയർ 2 വാല്യൂസ് മൈനസ് ചെയ്യുന്നു. ഓക്കെ, വെർനിയർ 1 മൈനസ് വെർനിയർ 1, അതുപോലെ വെർനിയർ 2 ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് മൈനസ് ചെയ്യുന്നു. ആൻഡ് എ മൈനസ് ബി മീൻ തീറ്റ, വി ഹാവ് മീൻ തീറ്റ ഹിയർ, മീൻ തീറ്റ ആൻഡ് മീൻ തീറ്റ. ഇവിടെ എല്ലാം തീറ്റയുടെ ആവറേജ് അല്ലേ, ഇതിൻ്റെ രണ്ടിൻ്റെയും ആവറേജ് ഇവിടെ, this average value and this average value and this is average value and this average value. അപ്പോൾ എന്താണിത്? ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ഫോർ യെല്ലോ 2 അല്ലേ, യെല്ലോ 2ൻ്റെ ആംഗിളാണ്. ദിസ് ഇസ് യെല്ലോ 1 and the angle of diffraction for green blue, angle of diffraction for blue and angle of diffraction for violet. അപ്പോൾ ഓരോ കളറിൻ്റെയും മീൻ തീറ്റ, ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ആണ് ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നൗ ഹൗ ടു ഫൈൻഡ് ദ വേവ് ലെങ്ത്? ലാംഡ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ എൻ എൻ. ഓക്കെ, സോ ദീസ് ആർ തീറ്റ. സൈൻ തീറ്റ പറയുമ്പോൾ നമുക്ക് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈൻ തീറ്റ ഡിവൈഡ് ബൈ സ്മോൾ എൻ ഈസ് ഈക്വൽ ടു 1 ഓൾവേസ്, എപ്പോഴും അത് 1 ആണ്. ക്യാപിറ്റൽ എൻ ക്യാൻ ബി ടേക്കൺ ഫ്രം ദിസ് കോളം അല്ലെ, ഇതാണ് ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ. നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് യൂസിങ് ദ വാല്യൂ ഓഫ് ഗ്രീൻ. സോ ദിസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഹിയർ ആൻഡ് ലാംഡ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. അപ്പോൾ വി ആർ ഫൈൻഡിങ് ദ വേവ് ലെങ്ത് ഓഫ് യെല്ലോ 2, സിമിലർലി യെല്ലോ 1, ഗ്രീൻ ബ്ലൂ, ബ്ലൂ ആൻഡ് വയലറ്റ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഓരോ കളറിൻ്റെയും വേവ് ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം യൂസിങ് ദ വാല്യൂസ് ഓഫ് ദെയർ തീറ്റ. സ്മോൾ എൻ ഈസ് ഈക്വൽ ടു 1 ഓൾവേസ് ആൻഡ് ക്യാപിറ്റൽ എൻ ഈസ് ഫിക്സ്ഡ് വിച്ച് ഇസ് സംതിങ് ലൈൻസ് പെർ മീറ്റർ. ഓക്കെ, ഇത് ഇസ് ദ വാല്യൂ ഓഫ് എൻ. അത് യൂസ് ചെയ്ത് എല്ലാ ലാംഡ വാല്യൂസും കണ്ടുപിടിക്കാം. So below the table you have to demonstrate how to find value of n and how to find one of the lambda. ഏതെങ്കിലും ഒരു ലാംഡ കണ്ടുപിടിക്കുന്നതും ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് n is equal to what is equation sin theta g by n lambda g. That is sin theta g. Theta g means the value can be taken from the table അല്ലെ, corresponding theta g. ഗ്രീൻ ലൈറ്റിൻ്റെ ആംഗിൾ എന്താണോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n is equal to 1 and lambda g is equal to 546.1 nanometer. That is 546.1 into 10 raised to minus 9 meter. So using these values we can find the value of capital N, something lines per meter. ഇത് around ഒരു 5 lakh ആ ഒരു റേഞ്ചിൽ വരണം. That is the correct value. 5 lakh something lines per meter will be the actual value of n. Okay, അപ്പോൾ how to find n അത് നിങ്ങൾ calculation demonstrate ചെയ്യുക. After how to find the wavelength of any color, lambda is equal to sin theta by nn. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ലാംഡ ബ്ലൂ കാണാം, അല്ലെങ്കിൽ ലാംഡ ഗ്രീൻ ബ്ലൂ ഓർ ലാംഡ യെല്ലോ 1, യെല്ലോ 2, എനിത്തിങ് എൽസ്. ഏതെങ്കിലും ഒരെണ്ണം നമുക്കിവിടെ കാൽക്കുലേഷൻസ് കാണിക്കണം. ലാംഡ ബി എസ് എ എക്സാമ്പിൾ ആണ്. ലാംഡ ബി ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ nn. സൈൻ തീറ്റ അപ്പോൾ ബ്ലൂവിൻ്റെ തീറ്റ അല്ലേ, സൈൻ തീറ്റ ഡിവൈഡ് ബൈ 1 ഇൻറ്റു എൻ. എന്നിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അവിടെ നിന്നുണ്ട്. സോ can be calculated from this equation. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം and we can find the value of lambda, something into 10 raised to minus 9 meter. That is something nanometer. Okay, lambda is equal to സംതിങ് നാനോമീറ്റർ. അപ്പോൾ n ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും ഒരു വേവ് ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും ടേബിളിന് താഴെയായിട്ട് ഡെമോൺസ്ട്രേഷൻ കാണിച്ചിരിക്കണം. സോ these wavelength are fixed for each and every color അല്ലേ. അപ്പോൾ നിങ്ങളുടെ ലാബ് മാനുവലിൽ there is a tabular column in your lab manual which provide the correct value of these colors, yellow 1, yellow 2, green blue and violet. ഓക്കെ, അപ്പോൾ അതിൻ്റെ കളേഴ്സിൻ്റെ കറക്റ്റ് വേവ് ലെങ്ത് കാണിക്കുന്ന ടാബുലർ കോളം അതിലുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു
ക്രോസ് ചെക്ക് ദ വാല്യൂസ് വിത്ത് ദോസ് വാല്യൂസ് ഇൻ ദ ടേബിൾ. അല്ലെ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂവും അതുപോലെ ടേബിളിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്, അത് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. റിസൾട്ടിൽ ഇൻ ദ റിസൾട്ട് we have to write only the value of n. Nൻ്റെ വാല്യൂ മാത്രമാണ് റിസൾട്ടിൽ എഴുതാനുള്ളത്. what is the value of n? Something lines per meter. that is our result.